ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് നല്ല സിമ്പിളായിട്ട് മുട്ട വെച്ചിട്ടുള്ള അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ സിമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും സിമ്പിളായിട്ട് ഒരു സ്നാക്കിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് ഇത്. അപ്പോൾ ഒന്ന് എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ഇത് ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 4 മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല വലിപ്പമുള്ള മുട്ടയാണെങ്കിൽ 4 മതിയാവും, ചെറുതാണെങ്കിൽ 5 6 എടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഇതിലേക്ക് 2 ടീസ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് നമ്മളെ വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വാനില എസൻസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി, 2 3 ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. 1/4 കപ്പ് മതി, അതിൽ കൂടുതലൊന്നും ഒഴിച്ചെടുക്കണ്ടില്ല. 1/4 കപ്പ് പാൽ ഒഴിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 3 ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുക്കുക കേട്ടോ. 1 മിനിറ്റോളം നന്നായിട്ട് ഇതായി ഇങ്ങനെ അടിച്ചിട്ട് നല്ല പതപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ലൂസാക്കിയിട്ട് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതായി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി, ഒരു 1/4 ടീസ്പൂണോളം മതിയേ. നമ്മളിനി അതിൻ്റെ മുകളിലേക്ക് ഇത് ദോശയൊക്കെ വയ്ക്കുന്നത് പോലെ ഇതുപോലെ കുറച്ചിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ രീതിക്ക് നമുക്ക് ആക്കി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗീയും കൂടി ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗത്ത് കുറച്ചും കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ച് കൊടുക്കാം. ഈ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ആറി വരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം കേട്ടോ. ഗീയും കൂടി ആക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ആറി വരുന്ന പോലെ നമുക്ക് മനസ്സിലാവുമല്ലോ കാണുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ചെയ്യാനുള്ളത് ഇതുപോലെ ഇതിൻ്റെ സൈഡിലേക്ക് വീണ്ടും നമുക്ക് കുറച്ച് മാവ് വെച്ച് കൊടുക്കുക, ഗീ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡ് ഭാഗത്ത് നമുക്ക് ഇതാ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്, എന്നാൽ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഈ മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടികളെ മുട്ട കഴിപ്പിക്കാനുള്ള നല്ലൊരു ഐഡിയയും കൂടിയായിട്ട് ഇത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾ ഉറപ്പായിട്ടും കഴിച്ചു പോകും. കാരണം എനിക്ക് തന്നെ ആ ഒരു പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുക. കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഉൾഭാഗം നമ്മൾ ഈ ഗീ ഒഴിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഒക്കെ വറുത്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. ഇപ്പോൾ ഇത് നമ്മളിതിങ്ങനെ ചെയ്ത് ഏകദേശം മാവ് തീരാറായിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല തടിയായിട്ട് വേണ്ടതെന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിത് 2 ട്രിപ്പാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ പകുതി മാവ് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും വീണ്ടും ഫസ്റ്റ് മുതൽക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ മാവൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സാധാരണ ലെയറായിട്ടുള്ള കേക്കൊക്കെ ഉണ്ടാവുമല്ലോ ആ രീതി കട്ട് ചെയ്തിട്ടുണ്ടാകും. ഇതായത് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 4 മണിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ. അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം. ബൈ, താങ്ക് യു.